ഏറ്റവും ബഹുമാനപ്പെട്ട പത്മശ്രീ മീനാക്ഷിയമ്മ ഗുരുക്കൾ, ശ്രീമതി കല്യാണി പണിക്കർ, എയ്മ നാഷണൽ ചെയർപേഴ്സൺ ശ്രീമതി അനില പാലാരി, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് മുൻ MP കുമാരി രമ്യ ഹരിദാസ്, ശ്രീമതി മാധുരി, ശ്രീമതി രജനി KN, ശ്രീ AK പ്രശാന്ത്, ഒപ്പം വേദിയിലും വേദിയുടെ ബാക്ക് സ്റ്റേജിലും എല്ലാം കൈകാര്യം ചെയ്യുന്നത് എയ്മയുടെ വനിതാ വിഭാഗമാണ്. എത്ര ഗംഭീരമായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ കടിഞ്ഞാൺ ഒരു കൂട്ടം വനിതകളുടെ കയ്യിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വേദിയിൽ കാണുന്നതിനേക്കാൾ ഏറ്റവും ഉജ്ജ്വലമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ കരുതുകയാണ്. ഒപ്പം എല്ലാ പ്രോത്സാഹനവുമായി നിൽക്കുന്ന എയ്മയുടെ ഭാരവാഹികൾ, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഒപ്പം ഇവിടെ ഈ പരിസരത്ത് എവിടെ നിന്നും കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വനിതാ ദിനം ആചരിച്ചു തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഔദ്യോഗികമായി നമ്മൾ ആചരിച്ചു തുടങ്ങിയിട്ട് ഈ മാർച്ച് 8 അങ്ങനെ ഔദ്യോഗിക ദിനമായി നമ്മൾ ആചരിച്ചു തുടങ്ങിയിട്ട് 50 വർഷം തികയുകയാണ് 2025 ഈ വനിതാ ദിനത്തോടെ. 50 വർഷവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ്. എന്നാൽ ഇത്തവണത്തെ തീം 2025 ലോക വനിതാ ദിനത്തിന്റെ സന്ദേശം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, ആ വ്യത്യസ്തമായ സന്ദേശവുമായി എയ്മയുടെ ഈ പരിപാടി എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നതിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്, റൈറ്റ്സ്, ഇക്വാലിറ്റി, എംപവർമെന്റ്. അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്നുള്ളതാണ് ഇത്തവണത്തെ വനിതാ ദിനത്തിന്റെ സന്ദേശം. അതിനുവേണ്ടി ലിംഗസമത്വത്തിനായുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ആക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്? ആക്സിലറേറ്റ് ആക്ഷൻ ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഉള്ളിടത്തോളം കാലം നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയും. അതിൽ പുരുഷൻ സ്ത്രീ എന്നതിനൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ ഇക്വാലിറ്റിയും അതിന്റെ ഭാഗമാണ്. നമ്മളെപ്പോഴും ബൈനറികളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമൂഹം എന്ന തിരിച്ചറിവിൽ എല്ലാ മനുഷ്യർക്കും സമത്വം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നിടത്തെ നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടത് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോക്കിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. വസുധൈവ കുടുംബകം എന്നാണ്. ഈ ലോകം മുഴുവൻ ചേർന്നതാണ് നമ്മുടെ കുടുംബം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എപ്പോൾ കഴിയുന്നോ അന്ന് അവസാനിക്കും ഈ സമൂഹത്തിൽ നടമാടുന്ന അക്രമങ്ങൾ, അതോടൊപ്പം തന്നെ കൊള്ളയും കലാപവും എല്ലാം. നമ്മുടെ പ്രോവിഡൻസ് കോളേജിലെ കുട്ടികൾ അവർ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അവർക്കൊരു നല്ല കയ്യടി കൊടുക്കാവുന്നതാണ്. അതിൽ ആ അടികൊണ്ട് വീണ് അവസാനം രൗദ്രഭാവത്തോടെ തിരിച്ച് പ്രതികരിച്ചു വരുന്ന ആ പെൺകുട്ടി എത്ര ഭംഗിയായിട്ടാണ്, നമ്മുടെ സിനിമാ താരങ്ങളെക്കാൾ ഭംഗിയായിട്ടാണ് ആ പെൺകുട്ടി ആ രംഗം അവതരിപ്പിച്ചത്. അത് അവരുടെ ആ NSS യൂണിറ്റ് കുറെ പരിശീലനം ചെയ്തിട്ടുണ്ടാകാം. എങ്കിൽ പോലും അവിടെ ഓരോരുത്തരും അതിൽ എടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ മാനേജ്മെന്റുമായി സംസാരിച്ചു. ഞങ്ങൾ നാളെ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ ലഹരി മരുന്നിനെതിരെ, അതോടൊപ്പം തന്നെ ലഹളയും വേണ്ട ലഹരിയും വേണ്ട എന്ന ടാഗ് ലൈനോട് കൂടിയാണ് റിപ്പോർട്ടർ ചാനൽ ഒരു ഉത്തരവാദിത്തമുള്ള മാധ്യമം എന്ന നിലയിൽ നാളത്തെ വനിതാ ദിനം ആചരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സമത്വ ദീപ്തിയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്ത് അതിക്രമം ഉണ്ടായാലും ലഹരി ഉപയോഗിക്കുന്നത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആ കുടുംബത്തിന്റെ സമാധാനമാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ ഒരു വനിതാ ദിനത്തിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ നിർബന്ധമായും ഒരു സ്ത്രീ ഉണ്ടാകും. പുരുഷന്മാർ മാത്രമായി താമസിക്കുന്നതിനെ നമ്മൾ കുടുംബം എന്ന് പറയില്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ചേരുന്നതാണ്. ഒരു പക്ഷേ ഭാര്യ മരിച്ചവരുണ്ടാകാം, പക്ഷേ അവർക്ക് സഹോദരി ഉണ്ടാകാം, അല്ലെങ്കിൽ മകളുണ്ടാകാം. അങ്ങനെ ഒരു സ്ത്രീ കൂടി ചേരുമ്പോഴാണ് ഒരു വീടിന്റെ ഉൾവശം അതൊരു കുടുംബം താമസിക്കുന്ന സ്ഥലമായി മാറുന്നത്. മകളോ ഭാര്യയോ സഹോദരിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടാകും. അപ്പോൾ മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗം, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്തേട്ടൻ പറഞ്ഞതിനോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിക്കുകയാണ്. പറഞ്ഞു തിരുത്താനും സമാധാനത്തിലൂടെ പോകാനും ഒക്കെയുള്ള കാലം കഴിഞ്ഞു പ്രശാന്തേട്ട. സ്ത്രീകൾ, നമ്മൾ ഈ പ്രൊവിഡൻസ് കോളേജിലെ കുട്ടികൾ കാട്ടിത്തന്നതുപോലെ മദ്യപിച്ചു വന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു വന്ന് പെരുമാറുന്ന ഭർത്താവിനോട് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ തുടങ്ങിയേ മതിയാകൂ. അടികൊണ്ട് താഴെ ചുരുണ്ട് കിടക്കേണ്ടവളല്ല സ്ത്രീ. ആ അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള കെൽപ്പുള്ളവളാകണം സ്ത്രീ. അങ്ങനെയുള്ള സ്ത്രീക്ക് ഇന്നത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ. അങ്ങനെ അടിക്കാൻ ഒരു പുരുഷൻ തയ്യാറാകുന്നിടത്ത് യഥാർത്ഥത്തിൽ തോൽക്കുന്നത് ആ പുരുഷനാണ്. ആ സ്ത്രീക്ക് മുന്നിൽ എത്ര ചെറുതാകുന്നു ആ പുരുഷൻ. നിങ്ങളുടെ പൗരുഷം, നിങ്ങളുടെ ശക്തി അതൊരു സ്ത്രീ ശരീരത്തിൽ പ്രയോഗിക്കുമ്പോൾ അവിടെ ചെറുതാകുന്നത് ആ സ്ത്രീയല്ല, മറിച്ച് പുരുഷനാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മീനാക്ഷിയമ്മ ഗുരുക്കളോട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഇനി കളരി പഠിക്കാൻ കഴിയുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടി കളരി പഠിക്കാൻ, ഭർത്താവിനെ അടിക്കാനല്ല കേട്ടോ.
എങ്കിലും നമ്മൾ അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ അങ്ങനെയുള്ള കലകൾ അഭ്യസിക്കുന്നതിലേക്ക് ഒരു ആയോധന കല അറിഞ്ഞിരിക്കുന്നത് കളരി, അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ചിലർക്കൊക്കെ കുംഫു ആണ് ഇഷ്ടം, അതല്ലെങ്കിൽ മറ്റ് രൂപങ്ങളിലേക്ക് അവർ പോകുന്നു. മെയ്വഴക്കം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമുക്ക് ആ കളരി അറിഞ്ഞിരിക്കുന്നതിനൊപ്പം തന്നെ ശരീരം എത്രത്തോളം ഫിറ്റായിട്ടാണ് ഇപ്പോഴും അമ്മ സൂക്ഷിക്കുന്നത്. എല്ലാ കാലത്തും ദൈവം അനുഗ്രഹിക്കട്ടെ, അങ്ങനെ തന്നെ ഒരുപാട് കൊല്ലം നമുക്കൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അതിജീവനത്തെ കുറിച്ചാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ നമുക്ക് നേരെ ഒരു അതിക്രമം വരുമ്പോൾ തടയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഫിസിക്കൽ പവർ നമുക്ക് കൂടിയേ തീരൂ. നമ്മളല്ലാതെ ഒരു പ്രായം കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്താ, ഞാൻ എങ്ങനെ ഇരുന്നാൽ എന്താ എന്നൊക്കെ ചിന്തിക്കും. പ്രത്യേകിച്ച് 30കളുടെ ഒരു പകുതി പിന്നിടുന്നതോടെ സ്ത്രീകൾക്ക് ഒരു വിരക്തിയാണ്. ഇപ്പോൾ കുറെ പേര് ആ ചിന്ത മാറ്റിവെക്കുന്നുണ്ട്. എത്ര സുന്ദരിമാരാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഐമയുടെ അംഗങ്ങൾ എല്ലാവരും നല്ല സുന്ദരിമാരായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ പ്രസിഡന്റ് ചെയർപേഴ്സൺ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എല്ലാവരും അതിസുന്ദരിമാരായി വരണമെന്ന്. ഞങ്ങൾ വന്നപ്പോൾ എന്റെ കൂട്ടുകാരി രമ്യ ഹരിദാസ് പറയുകയായിരുന്നു, ഞാൻ കരുതി നമ്മൾ രണ്ടുപേരും ആയിരിക്കും ഇവിടെ സുന്ദരിമാരെന്ന്. രമ്യ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. അപ്പോ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സുന്ദരിമാർ. ശരിയാണ്, ഈമയുടെ അംഗങ്ങൾ എല്ലാവരും അതിസുന്ദരിമാരായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇങ്ങനെ വേണം, നമ്മൾ ചിരിക്കണം, നമ്മുടെ സന്തോഷം വരണം. നിങ്ങൾക്ക് ഒരുങ്ങി നടക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഒരുങ്ങി നടക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായി, ഇപ്പോൾ ഞാൻ കളരിയുടെ കാര്യം ചോദിച്ചതുപോലെ പുതുതായി നിങ്ങൾക്ക് എന്തെങ്കിലും അഭ്യസിക്കണമെന്ന് തോന്നുന്നെങ്കിൽ, നൃത്തം പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിലെ അളകനന്ദ ചേച്ചി ഇപ്പോൾ 50കൾ പിന്നിട്ടപ്പോഴാണ് നൃത്തവുമായി വേദിയിലേക്ക് വരികയാണ്. വേദിയിൽ പ്രകടനം നടത്താൻ തയ്യാറാവുകയാണ്. അതായത് പ്രായം എന്ന് പറയുന്നത് മഞ്ജുവാര്യരുടെ സിനിമയിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. അപ്പോ സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീ തന്നെ വിചാരിക്കണം. ഫിറ്റ് ആവാൻ, അല്ലെങ്കിൽ പുതിയൊരു ഗെയിം, അല്ലെങ്കിൽ കളരി, അല്ലെങ്കിൽ എന്ത് പഠിക്കണമെന്നാണെങ്കിലും, അല്ലെങ്കിൽ സംഗീതം പഠിക്കാൻ കുട്ടിക്കാലത്ത് താല്പര്യമുണ്ടായത് പക്ഷേ വീട്ടുകാർ നിന്റെ ശബ്ദം പാട്ടിന് കൊള്ളില്ലല്ലോ എന്ന് കരുതി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ പാട്ട് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാട്ട് പഠിക്കാൻ ചേരണം. അങ്ങനെ സമത്വം എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷനെ തള്ളി താഴെ ഇട്ടുകൊണ്ടോ പുരുഷനെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ല. സമത്വം എന്ന് പറയുന്നത് എപ്പോഴും സാധ്യമാകുന്നത് പരസ്പരം അംഗീകരിക്കലിലൂടെയാണ്. ആ അംഗീകരിക്കൽ വരുന്നത് രണ്ടുപേരുടെയും മനസ്സ് വിശാലമാകുമ്പോഴാണ്. സ്ത്രീ ഇല്ലാതെ പുരുഷനുമില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. അർദ്ധനാരീശ്വര സങ്കല്പത്തെ കുറിച്ച് ഞാൻ ഒരു ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന ആളായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണം എടുക്കുകയാണ്. അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് എത്രത്തോളം ഉദാത്തമായ സങ്കല്പമാണ്. പാതി സ്ത്രീയും പാതി പുരുഷനും അതുപോലെ ചേർന്നിരിക്കുന്ന ഈ രണ്ട് ദ്വന്ദ്ങ്ങളാക്കി മാറ്റി നിർത്താതെ സ്ത്രീയെ അടിച്ചമർത്തുന്നവനാണ് പുരുഷൻ എന്നുള്ള ഒരു മുൻധാരണയോടെ പുരുഷനെ കാണാതെ, പുരുഷനും നല്ലവനാണ്, പുരുഷനിലെ നന്മയെ പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ഇടപെടലും ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നന്മയെ വരികയുള്ളൂ. എപ്പോഴും ഒരു മനുഷ്യന് സ്വൈര്യം കൊടുക്കാതിരിക്കുന്ന ഒരു ഭാര്യയാണെങ്കിലോ ആ മനുഷ്യൻ അതേപോലെ ആയിരിക്കും. മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും ഒക്കെ അഭയം തേടി എങ്ങനെയെങ്കിലും ഒന്ന് ശാന്തനായി വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക എന്ന ചിന്തയിലേക്ക് പോകുന്ന പുരുഷന്മാരുമുണ്ട്. ഞാൻ പുരുഷന്മാരെ ന്യായീകരിക്കുകയല്ല, പക്ഷേ നമ്മൾ എല്ലാ വശവും ചിന്തിക്കണം. നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴേക്കും ഈ 4 വിരലും എങ്ങോട്ടാണ് ചൂണ്ടുന്നത്? എന്നിലേക്കാണ് ചൂണ്ടുന്നത്. അപ്പോൾ നിങ്ങളാണ് പ്രശ്നം എന്ന് ഭർത്താവിനോട് അല്ലെങ്കിൽ സഹോദരനോട് പറയുന്നതിന് മുൻപ് ഓരോ സ്ത്രീയും ആലോചിക്കണം. എന്റെ ഭാഗത്ത് എവിടെയെങ്കിലും എനിക്ക് ഈ ഇദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തിൽ, അമ്മമാർക്ക് മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ നമുക്ക് എവിടെയെങ്കിലും പാളിയിട്ടുണ്ടോ? വീടാണ് നമ്മുടെ ആദ്യ പഠന സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് പാളിയിട്ടുണ്ടോ? നമുക്ക് മുന്നോട്ട് പോകുന്നതിനിടയിൽ എവിടെയെങ്കിലും മക്കൾക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ നമുക്ക് ഇടറിയിട്ടുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കോഴിക്കോട്ട് നിന്ന് തന്നെയാണ് 2 കുഞ്ഞുങ്ങൾ വീട് വിട്ടു പോയത് നമ്മൾ കണ്ടത്. ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ ഞങ്ങൾ ഉറക്കമിളച്ച്, അതിൽ എയ്മയ്ക്ക് ഞാൻ പ്രത്യേക സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എയ്മയുടെ അംഗങ്ങളും ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെ തിരയുന്നതിൽ. മുംബൈയിൽ നിന്ന് പൂനെയിലാണ് കുഞ്ഞുങ്ങൾ പോയി ട്രെയിൻ ഇറങ്ങിയത്. അവർക്ക് പിന്നാലെ, അതായത് ഒരു മലയാളി സംഘടന, മലയാളി എവിടെയുണ്ടോ മലയാളിക്ക് ഒരു കരുത്തായിരിക്കും എന്ന് പറയുന്നത് എത്രത്തോളം അർത്ഥവത്തായ കാര്യമാണ്. നമുക്ക് ഒരു സ്ഥലത്ത് ഈ കുട്ടികൾ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം കിട്ടിയാൽ ടെലിവിഷൻ ചാനലുകൾക്ക് ആദ്യം വിളിക്കാൻ തോന്നുന്നത് എയ്മ പോലെയുള്ള സംഘടനകളെയാണ്. നിങ്ങളൊന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മലയാളി സമാജവും എയ്മയും ഒക്കെ വിശാഖപട്ടണത്തേക്ക് പോയ കുട്ടിയെ എനിക്ക് തോന്നുന്നു മലയാളി സമാജത്തിന്റെ പ്രവർത്തകരാണ് ചെന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ കുട്ടികളുടെ കാര്യം എയ്മയുടെ അംഗങ്ങളാണ് വിവരങ്ങൾ നൽകുന്നത്. അതും അർദ്ധരാത്രിയിൽ ഉറങ്ങാതിരുന്ന് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടാകും. വ്യാഴാഴ്ചയാണ്, പക്ഷേ വ്യാഴാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രിയിൽ ആ കുഞ്ഞുങ്ങളെ തേടാം. 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ അപകടമുണ്ടാകാതെ സുരക്ഷിതരാണ് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്വന്തം മക്കളെ പോലെ നമ്മൾ കാണിച്ച ആ ഒരു കരുതൽ, അതാണ് മലയാളിയെ മലയാളിയാക്കുന്നത്. മറ്റൊരു നാട്ടിലും ഇതുപോലെ ഒരു മലയാളിയോടുള്ള ഒരു സ്നേഹം ഉണ്ടാകില്ല. അപ്പോൾ മലയാളിയുടെ പേരിലുള്ള സംഘടനയാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. കുഞ്ഞുങ്ങൾ, അത് എന്റെ ആയാലും നിന്റെ ആയാലും അവന്റെ ആയാലും, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പൊതു സ്വത്താണ്. നമ്മുടെ രാജ്യത്തെ നാളേക്ക് മുന്നിലേക്ക് നയിക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്ന ബോധ്യത്തോടെ വേണം. അവരിൽ തെറ്റുകൾ ഉണ്ടാകാം. തെറ്റുകൾ കാണിക്കുന്ന കുഞ്ഞുങ്ങളെ നീ തെറ്റാണ്, നീ പോക്കാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. അവരിലെ തെറ്റെന്താണെന്ന് അവരെ മനസ്സിലാക്കി അവരെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് തല്ലി വളർത്തിക്കഴിഞ്ഞാലൊന്നും കുഞ്ഞുങ്ങൾ നേരെയാകുമെന്ന് ആരും കരുതേണ്ടതില്ല.
കുഞ്ഞുങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ പേരൻസ് മിക്കതും ഒരു ജെൻ എക്സ് ആയിരിക്കും. അപ്പോൾ ജെൻ ആൽഫയിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പൂക്കി എന്ന് സ്കിബിഡി എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി നമ്മളൊക്കെ ശ്രമിക്കണം. അല്ലാതെ ഈ പൂക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, സ്കിബിഡി എന്താണ്, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നിന്റെ ചാറ്റ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് തട്ടിക്കയറുകയല്ല വേണ്ടത്. നമ്മൾ അവരുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ 80കളിലാണ് ജനിച്ചതെന്ന് പറഞ്ഞ് 2010 ശേഷം ജനിച്ച കുഞ്ഞുങ്ങളുണ്ട്, 2000 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ജനിച്ചവരുണ്ട്. ഇത്രയുമാണല്ലോ കൗമാരവും കുട്ടികളും എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. 2000 to 2025, അതിൽ 2010 ഓൺവേർഡ്സ് ജെൻ ആൽഫയാണ്. അവരെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ടെക്നോളജിയുടെ കാലത്ത് പിറന്നു വീണ കുഞ്ഞുങ്ങളാണ്. അവർക്ക് നമ്മളെക്കാൾ നന്നായി ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാം. അതിലൂടെ അവർ പുതിയ ഹൈറ്റ്സിലേക്ക് പോകുന്ന എത്രയോ മിടുക്കരായ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സമത്വം എന്ന് പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ആരെക്കാളും ഇൻഫീരിയർ അല്ല, നിങ്ങൾ യു ആർ ഈക്വൽ ടു ഓൾ. അതിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുക എന്നത് കൂടി പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ സ്കിൽ എന്താണോ ആ സ്കിൽ സെറ്റ് കണ്ടെത്തി അവർ വളരട്ടെ. അവരെ നമ്മൾ ഒരുപാട് ശാസിക്കുമ്പോൾ ടു മച്ച് ആയിട്ടുള്ള നമ്മുടെ ഒരു ഓവർ പേരന്റിങ്, ആ ഓവർ പേരന്റിങ്ങിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അവരെ എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടം എന്ന് പറയുന്നത് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും എന്നതുകൂടി ഈ വനിതാ ദിനത്തിൽ ഞാൻ ആ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് പോയ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ എവിടെയാണ് കുഞ്ഞും അമ്മയും തമ്മിലുള്ള, കുഞ്ഞും അച്ഛനും തമ്മിലുള്ള കണക്ഷൻ നഷ്ടമാകുന്നത് എന്നത് നമ്മൾ തെരഞ്ഞു പോകുമ്പോൾ ഈ ലാംഗ്വേജ് ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. പണ്ടത്തെ കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ഇന്നത്തെ ഈ ടെക്നോളജി മാറിയ ലോകത്തിൽ വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം അവരെ കേൾക്കാൻ അതിനു കൂടി തയ്യാറാകണം. ഇത് സമത്വം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇതിൽ ഈക്വൽ റോളാണ്. അമ്മ നോക്കാത്തത് കൊണ്ടല്ല, അച്ഛനും അമ്മയും ചേരുന്ന പേരൻസ് നോക്കാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുക. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാനുള്ള നല്ല കേൾവിക്കാരായി, അവരെ കേൾക്കാനുള്ള നല്ല കേൾവിക്കാരായി എല്ലാ അമ്മമാരും സഹോദരിമാരും മാറണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഇനിയും ഗംഭീരമായ ഒരു പ്രസംഗം, അതോടൊപ്പം നല്ല പാട്ടുമൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടേക്ക് വിളിച്ചത് രവിയേട്ടനാണ്. രവിയേട്ടൻ എന്റെ പ്രസംഗം തുടങ്ങിയപ്പോഴേ എഴുന്നേറ്റ് പോയെന്ന് തോന്നുന്നു. അപ്പോ ഉണ്ട്, രവിയേട്ടൻ മുങ്ങിയിട്ടില്ല. ഞാൻ കരുതി ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് എല്ലാവരെയും ബോറടിപ്പിച്ചോ, അതുകൊണ്ടാണോ രവിയേട്ടൻ എഴുന്നേറ്റ് പോയത്. എന്തായാലും രവിയേട്ടന്റെ ക്ഷണം സ്വീകരിച്ച്, എയ്മയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയധികം പേർ ക്ഷമയോടുകൂടി കേട്ടിരുന്നു. നമ്മൾ കേട്ടിരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് കടലമ്മയാണ്. കടലമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന മക്കളാണിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടലമ്മ തരുന്ന ആ ഒരു സ്വാസ്ഥ്യം, നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കടൽ തീരത്ത് പോയെന്നിരുന്നാൽ മതി, കടലമ്മ ശാന്തമാക്കി തരുമെന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീടുകളിലേക്ക് പോകുമ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടും എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, നമ്മുടെ മനസ്സിൽ എന്ത് വിദ്വേഷമുണ്ടോ, നമ്മുടെ മനസ്സ് എന്തെങ്കിലും കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കടൽ പോലെ, കടലിലെ തിരയടക്കം പോലെ ഒന്ന് ശാന്തമാക്കി, ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, എന്നിട്ട് വീട്ടിലേക്ക് പോകൂ. നിങ്ങളുടെ മക്കളോട് സംസാരിക്കൂ, തുറന്നവരെ കേൾക്കൂ, അവരുടെ സ്കിബിഡിയും പൂക്കിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കൂ. ഇനി നമുക്ക് ബെറ്റർ പേരൻസ് ആകാൻ കൂടി നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമത്വ ദീപ്തി പ്രോജ്വലന ചടങ്ങ് എങ്ങനെയാണ് എന്നറിയില്ല, നമുക്ക് അതിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. താങ്ക് യു.